കേരള സർവകലാശാലയിലെ ഫയൽ നീക്കത്തിൽ പ്രതിസന്ധികൾ തുടരുകയാണ്. ഡിജിറ്റൽ ഫയൽ നീക്കം നിയന്ത്രിക്കാനുള്ള വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ നീക്കം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർ തടഞ്ഞു. രജിസ്ട്രാറുടെ ഐഡിയും മിനി കാപ്പനിൽ നിന്ന് മാറ്റി അനിൽകുമാറിന് തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനിടെ സർവകലാശാലയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകരുതെന്ന് പോലീസ് മേധാവിയോട് ഗവർണർ ആവശ്യപ്പെട്ടു. പ്രതിഷേധം ഭയന്ന് VC ആഴ്ചകളായി സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ഭരണസ്തംഭനം എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണോ കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത് അതാണ് ഭരണസ്തംഭനം. രജിസ്ട്രാറുടെ ചുമതല രണ്ടാൾക്കാണ്. ഒരാൾ ഒപ്പിട്ടാൽ ഒരാൾ അയക്കുന്ന ഫയൽ VC ഒപ്പിടുകയില്ല, VC അങ്ങോട്ട് എത്തുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കലാപശാലയായി മാറുന്ന സമയത്ത് ഇനി ഏത് ഇടപെടലിലൂടെ ഇതൊക്കെ ഒരു സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? കുട്ടികളാണല്ലോ അനുഭവിക്കുക. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിൻ്റെ സസ്പെൻഷനിലേക്ക് നയിച്ചത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള സർവകലാശാലയിലെ ജീവനക്കാരുടെ സംഘടനയും അതോടൊപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചതോടെയാണ് അക്ഷരാർത്ഥത്തിൽ കേരള സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏറ്റവും ഒടുവിൽ അതിന് വലിയ നേർസാക്ഷ്യമായി മാറുന്നത് ഈ ഫയലുകൾ ഒപ്പിടുന്ന ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഡിജിറ്റൽ ഫയലുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമൽ നടത്തിയ ഇടപെടലുകൾ സർവീസ് പ്രൊവൈഡറിനെ ഉപയോഗിച്ചുകൊണ്ട് തടയിട്ടിരിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഫയൽ നീക്കം സുഗമമായി നടക്കുന്നില്ല. മാത്രവുമല്ല, ഇതിൻ്റെ ഡൊമൈൻ രജിസ്ട്രാറുടെ ഡൊമൈൻ ഡോക്ടർ മിനി കാപ്പനിൽ നിന്ന് മാറ്റി പകരം ചുമതല അനിൽകുമാറിന് തന്നെ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാങ്കേതികമായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇനി ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വൈസ് ചാൻസലർ നടത്തുക എന്നതാണ് അറിയാനുള്ളത്. നമുക്കറിയാം, അദ്ദേഹം വിദേശ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയെങ്കിലും സർവകലാശാല ആസ്ഥാനത്തേക്ക് ഈ കനത്ത പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്താതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മോഹൻ കുന്നുമൽ സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ ഇടത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ഇടത് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള സന്ദർശനം അദ്ദേഹം ഒഴിവാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാലയ്ക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ DGPയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഗവർണർ ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ സർവകലാശാല ആസ്ഥാനത്തും അതോടൊപ്പം പോലീസ് മേധാവിയെയും അറിയിച്ചിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അവിടെ ഏത് തരത്തിലായിരിക്കും ഇനിയൊരു ഇടപെടൽ ഉണ്ടാകുക പോലീസിൻ്റെ ഭാഗത്തുനിന്ന്? അതായത് കഴിഞ്ഞ ദിവസം SFI നടത്തിയ മാർച്ചിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സർവകലാശാല കവാടത്തിലുണ്ടായിട്ടും പോലീസ് നോക്കുകുത്തിയാകുകയായിരുന്നു ആദ്യ മിനിറ്റുകളിൽ എന്ന വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ വീഴ്ചകൾ ഇനി ആവർത്തിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുന്നത്. ഡാൻ, ഇതോടൊപ്പം ഇനി എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളിലേക്ക് വന്നാൽ അവിടെയും ആകെ കുളം കലങ്ങിയിരിക്കുകയാണ്. AICTE അനുവദിച്ച ആ സമയപരിധി ഓഗസ്റ്റ് 14-ന് പൂർത്തിയാവും. പക്ഷേ അപ്പോഴത്തേക്കും ഈ കോടതി നടപടികൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ആ സമയം പാലിക്കാൻ എന്തായാലും കഴിയില്ല എന്നത് ഉറപ്പാണ്. സുപ്രീം കോടതിയിലേക്ക് കേരള സിലബസിലെ കുട്ടികൾ പോകുന്നു എന്ന വാർത്ത കൂടിയുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ ഈ AICTE ടൈം ഫ്രെയിം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം എന്ത് ചെയ്യും? കോടതി നടപടികളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AICTEക്ക് കേരളം കത്തെഴുതുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, അവിടെ കേരള വിദ്യാർത്ഥികൾ അവിടെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം AICTEക്ക് നൽകുന്ന കത്തിൽ കൃത്യമായി തന്നെ പരാമർശിക്കും. നിലവിൽ ഓഗസ്റ്റ് 14-നാണ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കി അഡ്മിഷൻ അല്ലെങ്കിൽ ക്ലാസുകൾ തുടങ്ങുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സാവകാശം നീട്ടി നൽകണമെന്ന കാര്യമായിരിക്കും ഈ കത്തിലൂടെ AICTEക്ക് കേരളം കൈമാറുന്ന കത്തിൽ വ്യക്തമാക്കുക. മാത്രവുമല്ല, സുപ്രീം കോടതിക്ക് കേരള വിദ്യാർത്ഥികൾ നൽകുന്ന കത്തിൽ അല്ലെങ്കിൽ
പരാതിയിൽ ഏത് തരത്തിലായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുക എന്നതുകൂടി ശ്രദ്ധേയമായി മാറും. കോടതി ഈ വിഷയത്തിൽ നടത്തുന്ന നിരീക്ഷണമായിരിക്കും ഇനി അങ്ങോട്ട് ഈ സാവകാശം നീട്ടി നൽകണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ തീർപ്പിലേക്ക് നയിക്കുക. എന്തായാലും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധിക സമയം അനുവദിക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും AICTക്ക് കേരളം കത്ത് നൽകുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കേരള സർവകലാശാലയിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ കാര്യത്തിലും ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇനി AICTക്ക് കേരളം കത്ത് നൽകുക എന്നതാണ് അടുത്ത നടപടിയുള്ളത്. നമുക്ക്